ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ക്യാൻറ്റിലിവറിൻ്റെ ഏറ്റവും ഫ്രീ എൻഡിലായിട്ടൊരു ലോഡ് കൊടുത്തു അല്ലേ. ഒരു ബെറ്റർ കേസ് നോക്കാം. ഞാൻ ഫ്രീ എൻഡിൽ കൊടുക്കുകയല്ല, മറിച്ചതാ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കാം. സോ ദിസ് ലെങ്ത് ഈസ് ഐ ക്യാൻ സേ L/2 അല്ലേ, സംതിങ് 2L/3 അങ്ങനെ ലോഡ്. ഈ സെൻസ് നമുക്ക് L/3 ആണ്. ലോഡ് W ആണ്. സോ വാട്ട് ഈസ് എ റിയാക്ഷൻ ആക്ടിങ് ഓൺ ദ ഫിക്സഡ് പോയിന്റ്? നമുക്കറിയാം രണ്ട് റിയാക്ഷൻ ഉണ്ടാകും. ഒന്ന് വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, മറ്റൊന്ന് മൊമെൻറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ഇൻ ഓർഡർ ടു കൗണ്ടർ ബാലൻസ് ടോർക്ക് അല്ലേ, ടോർക്കിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു മൊമെൻറ്റ് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഈ ഫിഗർ ഇതേപോലെ വരയ്ക്കണം കേട്ടോ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ RV എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, M മൊമെൻ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ MR എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ദിസ് ആർ ദ സ്റ്റെപ്പ്. നമ്മൾ എഴുതുന്ന മെത്തേഡാണ് അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൽ വെർട്ടിക്കൽ മാത്രമേ ഉള്ളൂ. സിഗ്മ വെർട്ടിക്കൽ V=0. വെർട്ടിക്കലായിട്ട് W ആക്ട് ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് മൈനസ് താഴേക്കുണ്ട്. RV എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്. മൈനസ് എടുത്ത കാര്യം W ഡൗൺവേർഡ് അല്ല, നമ്മൾ സൈൻ കൺവെൻഷൻ വെച്ചിട്ട് താഴോട്ടുള്ള ഫോഴ്സ് മൈനസ് എടുക്കുന്നുള്ളൂ. സോ RV W കിട്ടി എന്ന് വെച്ചാൽ പോസിറ്റീവ് W കിട്ടി. പോസിറ്റീവ് ആണെന്ന് അതിൻ്റെ അർത്ഥം റിയാക്ഷൻ അപ്വേർഡ് ആയിരിക്കും. ഇനി അടുത്ത മൊമെൻറ്റ് ഷുഡ് ബി 0. സോ ടോട്ടൽ മൊമെൻറ്റ് അബൌട്ട് എനി പോയിന്റ് ഷുഡ് ബി 0. അപ്പോൾ ഞാൻ ഈ A എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. ആ പോയിന്റ് എബൌട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോഡ് W എന്ന് പറയുന്നത് 2L/3 ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മൊമെൻറ്റ് ഡ്യൂ ടു ലോഡ് എന്ന് പറയുന്നത് W × 2L/3 ആയിരിക്കും. അത് ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനാണ് നോക്കുന്നത് അല്ലേ. അതുകൊണ്ട് പോസിറ്റീവ് എടുത്തു. ഇനി റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ നമുക്ക് മൊമെൻറ്റ് റിയാക്ഷൻ നമുക്ക് അറിയത്തില്ല. MR ഷുഡ് ബി 0. രണ്ട് മൊമെൻറ്റുകളേ ഉള്ളൂ നമുക്കറിയാവുന്നതിൽ. പ്രത്യക്ഷത്തിൽ റിയാക്ഷനും മറ്റൊന്ന് ഈ ലോഡ് കാരണമുള്ള മൊമെൻറ്റും ആയിരിക്കും ഉണ്ടാവാം. സോ അതും ഇതിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അപ്പം മൊമെൻറ്റ് റിയാക്ഷൻ MR = നമുക്ക് എന്ത് കിട്ടും? -W × 2L/3. അപ്പം മൈനസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിവിടുത്തെ W × 2L/3 എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും ആര് ഡെവലപ്പ് ചെയ്യുക? MR. അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് കാണാനുള്ള മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ എന്താ? കൗണ്ടർ ക്ലോക്ക് വൈസ്. അഥവാ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മുടെ മൊമെൻറ്റ് റിയാക്ഷൻ വന്നിരുന്നത്. ക്ലിയർ?